മറ്റുള്ളവർക്ക് മുമ്പിൽ നിങ്ങളുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാനുള്ള ഒരു 3 കാര്യങ്ങൾ ഞാൻ പറയാം. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടി ഞാനൊന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ്. നമ്മളുടെ ദാരിദ്ര്യത്തെക്കുറിച്ച് നമ്പർ 1, നമ്മളുടെ ദാരിദ്ര്യത്തെക്കുറിച്ച് മറ്റൊരാളെ ബോധ്യപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ധനികരാണെന്നുള്ളൊരു തോന്നൽ മറ്റുള്ളവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. നമ്പർ 2, നിങ്ങളുടെ ദേഷ്യത്തെ നിയന്ത്രിക്കുക. നിങ്ങൾ ദേഷ്യപ്പെടുന്നതിലൂടെ നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചില കാര്യങ്ങളിൽ തൃപ്തരല്ല എന്നുള്ളൊരു മെസ്സേജ് കൂടെ നമ്മൾ ഈ ദേഷ്യത്തിലൂടെ മറ്റൊരാൾക്ക് മെസ്സേജായിട്ട് കൈമാറുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കോപത്തെ നിയന്ത്രിക്കുക. 3ാമതായിട്ട് പറയുന്നത് ആദ്യമായി പറഞ്ഞതുമായി റിലേറ്റഡ് ആണ്. നിങ്ങളുടെ പ്രയാസങ്ങളെ മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൊക്കെ ഞാൻ പറയുന്ന മറ്റുള്ളവർ ആരാണെന്ന് വെച്ചാൽ നിങ്ങളുടെ നന്മ ആഗ്രഹിക്കാത്തവരാണ്. നിങ്ങളുടെ ഒരു തളർച്ച പോലും ആഘോഷമാക്കി മാറ്റുന്ന ആളുകളെ കുറിച്ചാണ് ഞാൻ ഈ മറ്റുള്ളവരെന്ന് നിങ്ങളോട് പറയുന്നത്. വേണ്ടപ്പെട്ടവരെ കുറിച്ചല്ല. പക്ഷെ വേണ്ടപ്പെട്ടവരാരാണ്, ഈ മറ്റുള്ളവരാരാണ് എന്ന് തിരിച്ചറിയാനുള്ളൊരു ത്രാണി, ഒരു കപ്പാസിറ്റി നമുക്കുണ്ടായിരിക്കണം. എങ്കിലേ നമുക്കിത് ആരെടുത്ത് എന്താണ് പറയേണ്ടത് എന്നുള്ളൊരു അറിവുണ്ടാവുകയുള്ളൂ. നമ്മൾക്കൊക്കെ പറ്റുന്നൊരു അബദ്ധമാണ്, നമ്മൾ സ്നേഹിക്കുന്ന ആളുകളാണ്, നമുക്കെല്ലാം പറയാമെന്ന് കരുതി ഷെയർ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് വീഴ്ചയായിട്ടും തളർച്ച കൂട്ടുന്നതിലേക്കും നമ്മളെ നയിക്കാറുണ്ട്. അതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ്. ശുഭദിനം. താങ്ക് യു.